പതുക്കി പറയാം. ഓക്കെ. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദി. ഞാൻ നല്ല ഹാപ്പിയായി ബിഗ് ബോസ് ഹൗസ് പോയി. നല്ല സന്തോഷം, എത്ര സ്നേഹം കിട്ടി. ഐ എം വെരി ഹാപ്പി. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു മോഹൻലാൽ സർ ഫോർ സോ മച്ച് റെസ്പെക്ട് ടു മൈ ആര്യൻ. താങ്ക് യു ഓൾ ഓഫ് യു. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ തന്ന സ്നേഹം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര നാളായിട്ട് ഞാനിത് വിചാരിച്ചില്ല എനിക്ക് എത്ര സ്നേഹം കിട്ടും, ആരും എത്ര സ്നേഹം കിട്ടും. നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ നന്ദി. Thank you Kerala, thank you for giving us so much love. മലയാളികൾക്ക് നന്ദി. Love you all. Thank you. അവിടെ പോയിട്ട് ഞാനിപ്പോ ഔട്ട്സൈഡർ ആയതുകൊണ്ട് എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടായി. പിന്നെ അവിടെ ഞാൻ പോയിട്ട് വിചാരിച്ചു കുറച്ച് ഈസി ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ കാണുന്ന പോലെ അല്ല, അത് 7ന്റെ പണി തന്നെയാണ്. അപ്പോൾ അത്ര ഹൈ പ്രഷർ സിറ്റുവേഷൻ ആണ് അവിടെ പ്ലേയേഴ്സ് ഒക്കെ നിൽക്കുന്നത്. എല്ലാം അടിപൊളി. ആരെയും കപ്പടിക്കും? പ്രതീക്ഷ ഉണ്ട്. കപ്പടിച്ച നല്ലതാ, അറിയില്ല, ചിലപ്പോൾ നമ്മൾ കപ്പടിക്കുന്ന ആലോചിക്കും. ആൾക്ക് അറിയാം ഗെയിം എന്താണ്, എന്താ സ്ട്രാറ്റജിയാണോ. ഞാനിപ്പോ പറ്റുന്നില്ല, ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല. അവിടെ പോയി സ്നേഹം കൊടുത്തു തിരിച്ചു വന്ന നല്ല ഹാപ്പിയായി, സന്തോഷം. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. വലിയൊരു ഗെയിമാണ്, ഫാമിലി പോലെയല്ല. എനിക്ക് എല്ലാം ഇഷ്ടം, എല്ലാം നല്ലതാണ്, ഒന്നും പ്രോബ്ലം ഇല്ല. താങ്ക് യു. പുറത്തിറങ്ങിയ കുറച്ച് കണ്ടസ്റ്റൻസ് ആര്യനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അനുമോൾ ഉന്നയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നത്, അപ്പൊ അത് വീണ്ടും വീണ്ടും ചർച്ച ആയോണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് എന്താണ് അതിന് പ്രതികരിക്കാനുള്ളത്? എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയോ, നമ്മള് പ്രശ്നമാക്കുന്ന ആൾക്കാർ അത്ര കൂടുതൽ സ്നേഹം കാണിക്കണം. അവർക്ക് സ്നേഹം കുറവായതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാർ വിടുന്നു. പക്ഷേ ഞാൻ കാണുന്നത് എല്ലാവർക്കും സ്നേഹിക്കണം, അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാവർക്കും സ്നേഹിച്ച് പോകും നമ്മളെല്ലാവരും. തെറ്റിദ്ധരിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓഡിയൻസിന്റെ മുന്നിലോ അല്ലെ കണ്ടസ്റ്റന്റിന്റെ മുന്നിലോ? അങ്ങനെ ഒരു ഗെയിമിങ് വരുന്നുണ്ട്. അവൻ എന്നാലൊരു ടീനേജർ പോലെ എന്ന് പറയില്ല. എല്ലാവർക്കും എല്ലാ സൈഡ്സും ഉണ്ട്. ചിലവേര് മെച്ചൂർ ആയിട്ട് കാണിക്കും, ചിലവേര് ഡംബായിട്ട് കാണിക്കും. പക്ഷെ ആ ഡംബായിട്ട് കാണിക്കും ചിലപ്പോൾ അവൻ്റെ ഒരു ഗെയിം പ്ലേ ആയിരിക്കും. അപ്പം നമ്മളുടെ അവൻ്റെ ഒരു ഗെയിം പ്ലേ റെസ്പെക്ട് ചെയ്ത് ഒരു ഗെയിമായിട്ട് കാണാം. അത്ര പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യം ഞാൻ കാണുന്നില്ല. അത്ര പോസിറ്റീവായിട്ട് കാണാം. എന്ത് ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് ഇല്ല. എൻ്റെ അനിയനാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് എന്തായാലും പറയും. എനിക്കത് ഉറപ്പാണ്. ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് അത് പറയാൻ പറ്റില്ല. ചിലപ്പോ അവൻ്റെ ഒരു സീക്രട്ട് ആയിരിക്കും, പറയാൻ പറ്റില്ല. അവൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കാം. ഇതിനെപ്പറ്റി അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു? അനുമോളോട് ഇതിനെപ്പറ്റി ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളി പോയതിന്റെ? എന്തെങ്കിലും പോസിറ്റീവ് പറയാറുണ്ടെങ്കിൽ അനുമോളുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. അവളുടെ ഗെയിം പ്ലാൻ കളിക്കുക, ആരിന്റെ ഗെയിം പ്ലാൻ കളിക്കുക. ചിലപ്പോൾ അത് നെഗറ്റിവിറ്റി ആണെങ്കിൽ അത്ര സ്നേഹം അനുമോളിനും കൊടുക്കണം. ഐ ലവ് യു അനുമോൾ ഓൾസോ. എനിക്ക് മനസ്സിലായില്ല. ഐ ഡോണ്ട് നോ, നോ കമന്റ്സ് ഫോർ ഹർ. അതല്ലേ അമ്മ വന്നെ കുറിച്ച് സ്ട്രാറ്റജി ചേഞ്ച് ആയി ചിലപ്പോ ആയിരിക്കാം, അത് പറയാൻ പറ്റില്ല. I like Anish, is very cool, very calm guy. അവിടെ എന്താ സ്ട്രാറ്റജി ആണോ എനിക്ക് ചിലപ്പോൾ അനീഷേട്ടൻ അത് ഗെയിം പ്ലാൻ ആയിരിക്കാം. അത് അനീഷേട്ടൻ അങ്ങനെ ഗെയിം കളിക്കാന്നൊരു മൈൻഡിലായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവരുടെ ഫോർ എവറിബഡി നമുക്ക് ലവ് മാത്രമേ ഉണ്ടായുള്ളൂ, സ്നേഹം മാത്രമേ ഉണ്ടായുള്ളൂ, സ്നേഹപൂർണ്ണം. Let them play, let's see who wins. അവർ കളിക്കുവാണെങ്കിൽ കളിക്കട്ടെ, അവരുടെ രീതി കളിക്കും. ടോപ്പ് 5 ഞാൻ വേറെ ആരെങ്കിലും കമന്റ് ചെയ്യാൻ പാടില്ല, ഞാൻ പറയില്ല. ഐ തിങ്ക് ആര്യൻ എന്തായാലും കപ്പടിക്കണം, ആഗ്രഹമുണ്ട്. അങ്ങനെ ലിസ്റ്റ് നമ്മൾ വിചാരിച്ചില്ല ഇതുവരെ. എല്ലാവരും ടഫ് കണ്ടന്റേഴ്സ് ആണ്, എല്ലാവരും സെയിം ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് കാണുന്നത്. ബിക്കോസ് എൻ്റെ അനിയൻ ആ ഷോയിലുണ്ട്. ചിലപ്പോൾ അവൻ്റെ പറ്റി ഞാൻ ബയസ്ഡ് ആയിരിക്കും, പക്ഷെ എല്ലാവരും കാണുമ്പോൾ സെയിം തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, പാടാം. Thank you guys. Thank you for your precious time. God bless you. ആര്യൻ അയാം ഗെയിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ മൂവി പുറത്തുവിടുന്ന പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ആക്ച്വലി കണ്ടിട്ടുണ്ടോ? ടയർഡായി.